വാട്സപ്പ് ഒന്ന് തുറന്ന് നോക്കുമ്പോൾ ആദ്യം കാണുന്ന അവസ്ഥ കണ്ടോ നിങ്ങൾ? വാട്സപ്പിൻ്റെ ഏറ്റവും മുകളിൽ കാണുന്ന ഈ ഗ്രൂപ്പ്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഗ്രൂപ്പുകളിൽ നമ്മളിങ്ങനെ ആഡ് ചെയ്ത് വെച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ അനുമതിയോടുകൂടിയും അല്ലാതെയും നമ്മുടെ നമ്പർ ലഭിക്കുന്ന ആർക്കും നമ്മളെ പല ഗ്രൂപ്പുകളിലും യഥേഷ്ടം ആഡ് ചെയ്യാനുള്ള അനുമതി നമ്മൾ തന്നെ നൽകിയിരിക്കുകയാണ്. ഇതുകൊണ്ടുള്ള ദോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മെസ്സേജുകളും ഫോട്ടോസും വീഡിയോസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഈ ഗ്രൂപ്പുകളിൽ ദിവസവും വരും. അപ്പോൾ ഇതൊക്കെ കൊണ്ട് നമ്മുടെ ഫോൺ സ്റ്റോറേജ് പെട്ടെന്ന് തന്നെ ഫുള്ളായി പോകാനും ചാൻസ് ഉണ്ട്. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടും വാട്സപ്പിൽ നമുക്കൊരു സെറ്റിങ്സ് നൽകിയിട്ടുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ആരൊക്കെ നമ്മളെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യണം, ആരൊക്കെ ആഡ് ചെയ്യണ്ട എന്ന് നമുക്ക് തന്നെ തീരുമാനിക്കാൻ സാധിക്കും. അതുമാത്രമല്ല വാട്സപ്പിൻ്റെ പ്രൈവസി സംബന്ധമായിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾക്കായിട്ട് നമ്മുടെ ഈ ഒരു ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നമുക്കതിനായിട്ട് വാട്സാപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം. വാട്സാപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം വലതുവശത്ത് മുകളിൽ കാണുന്ന 3 ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ സെറ്റിംഗ്സ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ മുകളിൽ തന്നെ പ്രൈവസി എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ നിങ്ങളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഗ്രൂപ്പ്സ് എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എവരി വൺ എന്ന ഭാഗത്താണ് നിങ്ങളുടെ മൊബൈലിൽ ഉള്ളതെങ്കിൽ നിങ്ങളെ ആർക്കും യഥേഷ്ടം ഏത് ഗ്രൂപ്പിലും ആഡ് ചെയ്യാൻ സാധിക്കും. അതിൽ നിന്ന് മാറ്റി നിങ്ങൾ മൈ കോൺടാക്ട്സ് എന്ന ഭാഗത്തെ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ സേവ് ചെയ്ത കോൺടാക്റ്റ് ലിസ്റ്റിലുള്ളവർക്ക് മാത്രമാണ് നിങ്ങളെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ സാധിക്കുക. ഇനി അതിൽ നിന്നും നിങ്ങൾക്ക് കുറച്ച് പേരെ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ മൈ കോൺടാക്ട്സ് അക്സെപ്റ്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ആരെയാണ് നിങ്ങൾക്ക് ഒഴിവാക്കേണ്ടത് അവർക്ക് ഇവിടെ ടിക്ക് മാർക്ക് കൊടുത്തിട്ട് നിങ്ങൾ താഴെ കാണുന്ന ആ ഒരു ഗ്രീൻ ടിക്ക് മാർക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഇവിടെ ടിക്ക് മാർക്ക് കൊടുത്ത വ്യക്തികൾക്കൊന്നും തന്നെ നിങ്ങളെ ഗ്രൂപ്പുകളിൽ ആഡ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ ആരാണ് നമ്മളെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് തന്നെ ഈ ഓപ്ഷനിലൂടെ തീരുമാനിക്കാവുന്നതാണ്. ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ ഇവിടെ മാറ്റങ്ങൾ വരുത്തുക. ഇതേപോലെ തന്നെ ഓപ്ഷൻസ് നമുക്ക് മറ്റുള്ള പല പ്രൈവസി സെറ്റിംഗ്സിലും കാണാൻ സാധിക്കും. അതായത് ഇവിടെ സ്റ്റാറ്റസിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നേരത്തെ പോലെ തന്നെ മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ആരൊക്കെയാണ് നമ്മൾ സ്റ്റാറ്റസ് കാണേണ്ടത്, ആര് കാണണ്ട എന്നൊക്കെ നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ എബൌട്ട് എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെയും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ എബൌട്ട് ആർക്കൊക്കെ കാണണം കാണണ്ട എന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാവുന്നതാണ്. ആവശ്യത്തിന് അനുസരിച്ച് നിങ്ങൾ മാറ്റങ്ങൾ വരുത്തുക. ഇവിടെ കുറച്ച് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ അതും ആരൊക്കെ കാണണം കാണണ്ട എന്ന് നിങ്ങൾക്ക് ഇവിടെ നിന്നും തീരുമാനിക്കാവുന്നതാണ്. ഓക്കെ, ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഇതാ ഇവിടെ മുകളിൽ വീണ്ടും നിങ്ങളുടെ ലാസ്റ്റ് സീൻ ആരൊക്കെ കാണണം കാണണ്ട എന്നൊക്കെ നിങ്ങൾക്ക് ഇവിടെയും സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഞാൻ ഈ കാണിച്ച ഓപ്ഷൻസിൽ പല മാറ്റങ്ങളും വരുത്താവുന്നതാണ്. ഓക്കെ, അതിനുശേഷം ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ ബാക്ക് വരിക. എന്നിട്ട് കുറച്ചുകൂടി താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ അഡ്വാൻസ്ഡ് എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ 3 ഓപ്ഷൻസ് കാണാൻ സാധിക്കും. പരിചയമില്ലാത്ത നമ്പറിൽ നിന്നും നിങ്ങൾക്ക് മെസ്സേജുകൾ വന്ന് ശല്യമാകുന്നുണ്ടെങ്കിൽ മുകളിലുള്ള ഓപ്ഷൻ നിങ്ങൾ ഓണിൽ വെച്ച് കൊടുക്കുക. ഓക്കെ, എനിക്ക് പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് മെസ്സേജുകൾ വരണം, അതുകൊണ്ട് ഞാൻ ഓഫിൽ വെച്ച് കൊടുക്കുകയാണ്. രണ്ടാമത്തെ ഓപ്ഷൻ, നിങ്ങൾ വാട്സാപ്പിൽ കോൾ ചെയ്യുമ്പോൾ അതിൻ്റെ IP അഡ്രസ്സിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനത് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ഓപ്ഷൻ, നിങ്ങൾ പല സോഷ്യൽ മീഡിയയിൽ നിന്നും വീഡിയോ ഷെയർ ചെയ്യുമ്പോൾ അതിൻ്റെ ലിങ്ക് മാത്രമാണ് ഷെയർ ആകുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ഓണിൽ വെച്ചത് കൊണ്ടാണ് അങ്ങനെ ലിങ്ക് മാത്രം ഷെയർ ആകുന്നത്. ഇത് ഓഫിൽ വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോയുടെ പ്രീവ്യൂ കൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ വാട്സാപ്പിൽ നിർബന്ധമായിട്ടും മാറ്റങ്ങൾ വരുത്തേണ്ട പല സെറ്റിംഗ്സുകളും ഞാനിപ്പോൾ കാണിച്ചു കഴിഞ്ഞു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ അറിയിക്കാം. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ഇനി ആർക്കെങ്കിലും നിങ്ങളെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൻ്റെ ലിങ്കോ അല്ലെങ്കിൽ QR കോഡോ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നാൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.